ക്രൈസ്തവ വിശ്വാസികൾ പെസവ തിരുനാൾ ആചരിച്ചു. പീഠാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അന്ത്യ അത്താഴത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 വിശ്വാസികളുടെ പാദങ്ങൾ വൈദികൻ കഴുകി ചുംബിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ പെസഹ തിരുനാൾ ആചരിച്ചു. പീഠാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അന്ത്യ അത്താഴത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കുകയാണ് ഈ ദിനത്തിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 വിശ്വാസികളുടെ പാദങ്ങൾ വൈദികൻ കഴുകി ചുംബിച്ചു. പടന്നക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ അതിരൂപതാ വികാരി ജനറൽ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിലും കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് കളപ്പുരയും, കാഞ്ഞങ്ങാട് അപ്പോസ്തലറാണി ദേവാലയത്തിൽ ഫാദർ ജോസ് അവനൂരും, തിരുഹൃദയ ദേവാലയത്തിൽ ഫാദർ ജോയൽ മുകളയിലും, CSI ദേവാലയത്തിൽ ഫാദർ സജിത് ദാസ് കോറോത്തും, മേലടുക്കം ലൂർദ് മാതാ പള്ളിയിൽ ഫാദർ പീറ്റർ പാറേക്കാട്ടിലും, നീലേശ്വരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ബോസ്കോ പുറത്തെ മുതുകാട്ടിലും, സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഫാദർ ലോറൻസ് പനക്കലും, പരപ്പ വിമലഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ റോബിൻ കൊട്ടാരവും, മാലക്കല്ല് ലൂർദ് മാതാ ദേവാലയത്തിൽ ഫാദർ ഡിനോ കുമ്മാനിക്കാട്ടും, മാലോം സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഫാദർ ജോസഫ് തൈക്കുന്നുപുറമും, വെള്ളരിക്കുണ്ട് ചെറുപുഷ്പം ഫെറോന ദേവാലയത്തിൽ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളവും കാൽക്കഴുകൽ ശുശ്രൂഷകൾക്കും തിരുകർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വാസികൾ വീടുകളിൽ ഒത്തുചേർന്ന് പെസഹ അപ്പം മുറിച്ചു. കുടുംബനാഥന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.